ഇന്ന് ഏപ്രിൽ 1 അപ്പോൾ ഇന്ന് എല്ലായിടത്തും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറയുകയോ എഴുതുകയോ അത് വായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ വളരെ സസ്പെൻസ് നിറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് അടുത്ത വാർത്ത. ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എൻ പ്രശാന്ത് IAS ആണ്. ആ തീരുമാനം ഇന്ന് എടുക്കുന്നുവെന്നാണ് പ്രശാന്തിന്റെ പോസ്റ്റ്. IAS ഉദ്യോഗസ്ഥരെ വിമർശിച്ചതിന് കഴിഞ്ഞ 4.5 മാസമായി സസ്പെൻഷനിലാണ് പ്രശാന്ത്. വി വിനോദ് വിവരങ്ങളുമായി ഒരിക്കൽ കൂടി. വിനോദ്, എൻ പ്രശാന്തിന് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം തമാശകളൊക്കെ പറഞ്ഞും ശീലമുണ്ട്, വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ പറഞ്ഞും ശീലമുണ്ട്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 1 ആയതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയ ഒരു പോസ്റ്റാണോ അതോ ഇതുപോലെ കുറച്ച് കഴിഞ്ഞ് ഞാൻ തമാശ പറഞ്ഞതാണെന്ന് പറയുമോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ആ പോസ്റ്റിന്റെ ടാഗ്സ് ഒക്കെ ഇത്തരത്തിലൊരു സംഭാഷണം അർഹിക്കുന്നുണ്ട്. ഇറ്റ്സ് ടൈം അല്ലെങ്കിൽ ഫൈനലി ടൈം ഫോർ ഡിസിഷൻ എന്നൊക്കെയാണ് ടാഗ്. എന്താണ് വിവരങ്ങൾ? ശ്രീജ, ആ തീരുമാനം ഇന്ന് എടുക്കുന്നുവെന്നാണ് പ്രധാനമായും ഈ പോസ്റ്റിൽ പ്രശാന്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പൂവിന്റെ ദളങ്ങൾ തറയിൽ വീണ് കിടക്കുന്ന ചിത്രം കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അദ്ദേഹം ശ്രീജ പറഞ്ഞതുപോലെ തന്നെ മാസങ്ങളായി സസ്പെൻഷനിലാണ്. നവംബറിലാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ഈ മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായ ജയതിലകിനോട് കൊമ്പുകോർത്തത് അത് സോഷ്യൽ മീഡിയ വഴിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു. പട്ടികജാതി വകുപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ, ഇരുവരും ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ഈ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കങ്ങളാണ്. അത് വഷളാവുകയും പിന്നീട് പരസ്യമായി തന്നെ ജയതിലകനെതിരെയും മറ്റൊരു IAS ഉദ്യോഗസ്ഥനായ ഗോപാലകൃഷ്ണനെതിരെയും പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുകയും അത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശം ഉണ്ടായി എന്ന് കാണിച്ച് ഈ ഉദ്യോഗസ്ഥർ പിന്നീട് പരാതി നൽകുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു അന്വേഷണ സമിതിയുടെ മുമ്പിലാണ് ഈ സംഭവമുള്ളത്. വീണ്ടും സസ്പെൻഷൻ കാലാവധി നീട്ടണമെന്ന ശുപാർശയാണ് അവർ നൽകിയിട്ടുള്ളതെന്ന ഒരു വിവരം കൂടി നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. അത്തരത്തിലാണ് മനസ്സിലാക്കുന്നത്. ജനുവരിയിൽ വീണ്ടും സസ്പെൻഷൻ നീട്ടിയിരുന്നു. അങ്ങനെ അനിശ്ചിതമായി പ്രശാന്തിന്റെ സസ്പെൻഷൻ നീണ്ടുപോവുകയാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നത്. നമുക്കറിയാം പ്രശാന്തിന്റെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും അദ്ദേഹം സോഷ്യൽ മീഡിയയിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ വിവാദമുണ്ടായതിനു ശേഷം അദ്ദേഹം മറുപടി കൊടുക്കുന്നതിന് പകരം സെക്രട്ടറിയുടെ വിശദീകരണം ചോദിച്ചുള്ള നോട്ടീസ് ഉണ്ടായിരുന്നു. ആ ചാർജ് ഉമ്മയ്ക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുന്നത്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കണം, ഈ പറയുന്നത് പോലെ ഏപ്രിൽ 1 ആയതുകൊണ്ട് തന്നെ ഇത് സീരിയസ് പോസ്റ്റാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് എൻ പ്രശാന്തിന് ഈ വിഷയത്തിൽ വിശദീകരിക്കാനുള്ളത് എന്ന്. ഇന്നത്തെ ദിവസം മറ്റൊരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.